ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ കാൽച്ചോട്ടിലെ മണ്ണിളകുന്നുവോ? പ്രതിപക്ഷ സഖ്യത്തെ തൃണമൂൽ അധ്യക്ഷ മമതാ ബാനർജി നയിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണയേറുന്നതാണ് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നത്. RJD സ്ഥാപക നേതാവ് ലാലു പ്രസാദ് യാദവും ഇന്ന് മമതയ്ക്ക് പിന്തുണ അറിയിച്ചു രംഗത്തെത്തി. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പ് തങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ മമതയെ പിന്തുണയ്ക്കും. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം മമത ഏറ്റെടുക്കണം, ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. അച്ഛന്റെ തീരുമാനം തന്നെയാണ് തന്റേതെന്ന് മകനും RJD നേതാവുമായ തേജസ്വി യാദവും പ്രതികരിച്ചു. മമതയെ പിന്തുണയ്ക്കുന്നു, എന്നാൽ കൂട്ടായ ആലോചനയിലൂടെ വേണം ഒരു തീരുമാനമുണ്ടാകാനെന്നും തേജസ്വി വ്യക്തമാക്കി. ഈ മാസം ആദ്യം എല്ലാവരെയും വിശ്വാസത്തിലെടുത്താണ് മുന്നോട്ട് നീങ്ങേണ്ടതെന്ന് കോൺഗ്രസിനെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഒളിയമ്പ് എഴുതിയിരുന്നു. എനിക്ക് അവസരം കിട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കും. എനിക്ക് ബംഗാളിന് പുറത്തു പോകണമെന്നില്ല, പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് മുന്നണിയെ നയിക്കാനാകും, മമത പറഞ്ഞു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം പുരോഗമിക്കുന്നതിനിടയിലാണ് മമതയ്ക്ക് അനുകൂലമായ നീക്കം. നരേന്ദ്രമോദി സർക്കാരിനെ പാർലമെന്റിൽ തളയ്ക്കാൻ ഏതു തന്ത്രം പിന്തുടരുമെന്ന കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പാർലമെന്റിൽ ബഹളം കൂട്ടുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്. അദാനിയെ ചൊല്ലി പലവട്ടം പാർലമെന്റ് സ്തംഭിക്കുകയും ചെയ്തു. എന്നാൽ സഭ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അതുവഴി സുപ്രധാനമായ വിഷയങ്ങളായ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, മണിപ്പൂർ വിഷയം എന്നിവ ഉന്നയിക്കാമെന്നാണ് തൃണമൂലിന്റെ നിലപാട്. അദാനി വിഷയത്തിൽ തൃണമൂൽ മാത്രമല്ല, സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് പ്രതിഷേധത്തിനൊപ്പം ചേർന്നില്ല. 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ലോക്സഭയിൽ ഇരട്ടി സീറ്റുകൾ നേടിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയെങ്കിലും ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലേറ്റ തിരിച്ചടി പ്രതിപക്ഷ ക്യാമ്പിലെ വിലയിടിച്ചു. ഇതോടെയാണ് മുറുമുറുപ്പ് തുടങ്ങിയത്. നേരത്തെ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗവും മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ മുഖ്യ പങ്കാളിയായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൊൽക്കത്തയിൽ പോയി മമതയുമായി ഇക്കാര്യം സംസാരിക്കുമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞിരുന്നു. ബംഗാളിൽ BJPയെ അകറ്റി നിർത്തി മമത മാതൃക കാട്ടിയെന്നാണ് ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ നിലപാട്. മമതയുടെ തെരഞ്ഞെടുപ്പ് പരിചയം, പോരാട്ട വീര്യം എന്നിവ കണക്കിലെടുത്ത് മമതയെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ശിവസേനയുടെയും ഉള്ളിലിരിപ്പ്. NCP സ്ഥാപക നേതാവ് ശരത് പവാറും മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മമത മുന്നണിയെ നയിക്കാൻ പ്രാപ്തയാണ്. അവർ രാജ്യത്തെ പ്രമുഖ നേതാവാണ്. മമത പാർലമെന്റിലേക്ക് അയച്ച MPമാർ ഉത്തരവാദിത്തമുള്ളവരും ചുമതലാബോധം ഉള്ളവരും തിരിച്ചറിവുള്ളവരുമാണ്. അതുകൊണ്ട് അവർക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്, പവാർ പറഞ്ഞു. മമതാ ദീദി 42 ലോക്സഭാ സീറ്റുകൾ പ്രതിനിധാനം ചെയ്യുന്ന വലിയൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവർക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളരെ വലിയ പരിജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യയാണ്. YSRCP നേതാവും രാജ്യസഭാംഗവുമായ വിജയസായി റെഡ്ഡി പറഞ്ഞു. YSRCP അധ്യക്ഷൻ ജഗ്മോഹൻ റെഡ്ഡി മമതയുമായി കൂടുതൽ അടുക്കുന്നുവെന്ന സൂചനയാണ് വിജയസായി നൽകുന്നത്. കൂടുതൽ പ്രതിപക്ഷ കക്ഷികൾ മമതയെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് തങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് ഇന്ത്യ മുന്നണി നേതാവായി മമതാ ബാനർജിയെ അംഗീകരിക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി ആവശ്യപ്പെട്ടത്. നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി പരാജയമാണെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം. മമതയെ കോൺഗ്രസ് അകറ്റി നിർത്തുന്നത് കേവലം ഈഗോ കൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ മമതയെ കണ്ടുപഠിക്കൂ, കല്യാൺ പറഞ്ഞു.